സംശയമുണ്ടാകും. ഭൂമിക്കടിയിലെ പാതാളം അതെന്തിനാണ് ദൈവസഭയുമായി പോരാടുന്നത്? അതിന്റെ ആവശ്യം എന്താണ്? പാതാളത്തിലെ ഗോപുരം എന്തിനാണ് ദൈവസഭയ്ക്കെതിരായി പ്രബലപ്പെടാൻ ശ്രമിക്കുന്നത്? അതുകൊണ്ട് എന്ത് നേട്ടമാണുള്ളത്? മാത്രമല്ല, പാതാളത്തിൽ പർദീസയുണ്ടെന്നും അതിനൊരു ഭാഗത്തെ അബ്രഹാമിന്റെ മടി എന്നാണ് അറിയപ്പെടുന്നത്, പർദീസ എന്നാണ് അറിയപ്പെടുന്നത് എന്നൊക്കെ നാം കണ്ടു കഴിഞ്ഞു. അങ്ങനെയൊക്കെ ഈ പാതാളത്തിലെ പർദീസയെല്ലാം കൂടെ ദൈവത്തിന്റെ സഭയ്ക്കും ഒക്കെ എതിരായി പോരാടേണ്ട ആവശ്യമുണ്ടോ? തീർച്ചയായും അതിനൊന്നും ദൈവസഭയുമായി പോരാടേണ്ട ആവശ്യമില്ല. എന്നാൽ ഇത് പ്രതീകാത്മകമായിട്ടാണ് കർത്താവ് സംസാരിച്ചത് എന്ന് ആ ഭാഗം വായിച്ചാൽ മനസ്സിലാക്കാവുന്നതാണ്. കർത്താവ് പറയുന്നു, നീ പത്രോസാകുന്നു, അതായത് നീ ഒരു കല്ലാകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും. പാറ എന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ്. പത്രോസിനെ ഒരു കല്ലിനോടും യേശുക്രിസ്തുവിനെ ഒരു പാറയോടും അവിടെ ഉപമിച്ചിരിക്കുകയാണ്. അപ്പോൾ പ്രതീകാത്മകമായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. എന്നിട്ടാണ് കർത്താവ് പറയുന്നത്, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും. സഭയെ